സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് ജേണി വിത്ത് അൻവറിന്റെ വീഡിയോകളിലൂടെ നാം. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ താമസമാക്കിയതും മദീനയിൽ മസ്ജിദുൻ നബവിയുടെ നിർമ്മാണവും ഒക്കെ നാം കഴിഞ്ഞ വീഡിയോകളിലൂടെ ചർച്ച ചെയ്തു. മദീനയിൽ മസ്ജിദുൻ നബവിയിൽ ആളുകളെ നമസ്കാരത്തിന് വേണ്ടി വിളിച്ചു കൂട്ടാനുള്ള ചർച്ചകളും അതിന് ബാങ്ക് എങ്ങനെയാണ് അതിന്റെ തുടക്കം എന്നതൊക്കെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്ന മുഹാജിറുകൾക്ക് മദീനയുടെ കാലാവസ്ഥ പിടിക്കാത്ത സാഹചര്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. വീഡിയോകൾ തുടർച്ചയായി കാണണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിന്റെ 17ാം ഭാഗമായ വീഡിയോയിലേക്ക് കടക്കുന്നു. നമസ്കാര സമയം ജനങ്ങളെ അറിയിക്കാൻ എന്താണ് ഒരു വഴി? നിരവധി അഭിപ്രായങ്ങൾ പലരും പറഞ്ഞു. അവസാനം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾ വിളിച്ചു പറയട്ടെ. അത് ശരി, നിസ്കാരത്തിന് സമയമായെന്ന് ഒരാൾ വിളിച്ചു പറയുക, അത് കേട്ട് എല്ലാവരും എത്തിച്ചേരുക. കേട്ട അഭിപ്രായങ്ങളിൽ കൊള്ളാവുന്നത് ഇതാണ്. അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് ഇബ്നു അൻസാരി റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സ്വഹാബി വര്യൻ നിസ്കാര സമയമായെന്ന് വിളിച്ചു പറയാനുള്ള ജോലി ആ സ്വഹാബിയെ ഏൽപ്പിച്ചു. നിസ്കാരത്തിന് സമയമാകുമ്പോൾ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയും. ആളുകൾ അത് കേട്ട് ആവേശത്തോടെ പള്ളിയിലേക്ക് വരും. അന്ന് രാത്രി അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് ഇബ്നു അൻസാരി റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കണ്ടു. ഒരാൾ നാക്കൂസുമായി നടന്നു പോകുന്നു. ക്രിസ്ത്യാനികൾ പ്രാർത്ഥന സമയമാകുമ്പോൾ മുട്ടി അറിയിക്കുന്ന വസ്തുവാണ് നാക്കൂസ്. ആ നാക്കൂസ് എനിക്ക് തരാമോ? അള്ളാഹുവിന്റെ ദാസ അബ്ദുള്ള ചോദിച്ചു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം? അയാൾ മറു ചോദ്യം, നിസ്കാര സമയമാകുമ്പോൾ ഇത് മുട്ടി ജനങ്ങളെ അറിയിക്കാം അബ്ദുള്ള. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇതിനേക്കാൾ ഗുണകമായത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചുതരാം. പഠിപ്പിച്ചു തന്നാലും അദ്ദേഹം ബാങ്കിന്റെ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അടുത്ത പ്രഭാതത്തിൽ വളരെ സന്തോഷത്തോടെയാണ് അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് ഇബ്നു അൻസാരി ഉണർന്നത്. അതിവേഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തെത്തി. എന്നിട്ട് സ്വപ്നത്തിന്റെ വിവരം പറഞ്ഞു. ബാങ്കിന്റെ വചനങ്ങൾ പറഞ്ഞു കൊടുത്തു. തീർച്ചയായും ഇത് സത്യമായ സ്വപ്നം തന്നെ. ഇനി ഇത് വിളിച്ചറിയിച്ചാൽ മതി. നബി തങ്ങൾ പറഞ്ഞു, അബ്ദുള്ള, ഈ വാചകങ്ങൾ ബിലാലിന് പഠിപ്പിച്ചു കൊടുക്കൂ. ബിലാലിന് നിങ്ങളെക്കാൾ ശബ്ദമുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു സുന്ദരമായ ശബ്ദത്തിന്റെ ഉടമയാകുന്നു. അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് അൻസാരി റളിയല്ലാഹു അൻഹു നേരെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തെത്തി. ബാങ്കിന്റെ വചനങ്ങൾ പറഞ്ഞു കൊടുത്തു. നിസ്കാരത്തിന്റെ സമയമായപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ഉയർന്ന സ്ഥലത്ത് കയറി നിന്ന് നല്ല ശബ്ദത്തിൽ ബാങ്ക് വിളിച്ചു. ആളുകൾ കൂട്ടം കൂട്ടമായി ഓടിയെത്തി. പിന്നീട് അദ്ദേഹം ബിലാൽ മുഅദ്ദിൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അദാൻ എന്ന വാക്കിന് ബാങ്ക് എന്നർത്ഥം. മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്ന ആൾ. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം മറ്റൊരു മുഅദ്ദിനായിരുന്നു. അസ്സലാത്തു ഖൈറും മിനൻ നൗം, നിസ്കാരം ഉറക്കത്തിനേക്കാൾ ശ്രേഷ്ഠമാണ്. സുബ്ഹി നമസ്കാരത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഈ വാചകം കൂടി ചേർത്ത് വിളിച്ചു. നബി തങ്ങൾ അംഗീകാരം നൽകി. ബാങ്കിന്റെ ശബ്ദം ജനങ്ങളെ വല്ലാതെ ഉത്തേജിപ്പിച്ചു. അല്ലാഹു അക്ബർ. ആവേശത്തോടെയാണ് സത്യവിശ്വാസികൾ ആ വാക്യം കേട്ടത്. അള്ളാഹുവിന്റെ പേര് കേൾക്കുന്നതോടെ അവർ മറ്റെല്ലാം മറക്കുന്നു. അവന്റെ ഭവനമായ പള്ളിയിലേക്ക് അവർ ധൃതി പിടിച്ചു വരുന്നു. ഇതാണ് ബാങ്കിന്റെ ചരിത്രം. പള്ളിയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. ഇൽമിനും ഇബാദത്തിനും വേണ്ടിയാണ് പള്ളി. അതിലുപരി ഒരു സമൂഹത്തിന്റെ സാംസ്കാരിക സ്ഥിരാകേന്ദ്രമാണ് മസ്ജിദ്. മുസ്ലിങ്ങൾ ഒരു സമൂഹമായി രൂപം പ്രാപിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് സാമൂഹിക ജീവിത വ്യവസ്ഥകൾ വേണം, ഭരണ സംവിധാനം വേണം, കെട്ടുറപ്പും ഭദ്രതയും വേണം, നിയമങ്ങൾ വേണം. ഇസ്ലാം അള്ളാഹുവിന്റെ മതമാകുന്നു. അള്ളാഹുവിന്റെ വിധി വിലക്കുകളാണ് ഇസ്ലാമിന്റെ നിയമം. ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. നിയമങ്ങൾ ചർച്ച ചെയ്ത് രൂപീകരിക്കുകയല്ല, അള്ളാഹുവാണ് നിയമങ്ങൾ നൽകുന്നത്.
വ്യക്തി ജീവിതത്തിലെ വിശുദ്ധി, കുടുംബ ജീവിതത്തിലെ വിശുദ്ധി, സാമൂഹിക ജീവിതത്തിലെ വിശുദ്ധി ഇത് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. മനുഷ്യവർഗത്തെ പഠിപ്പിക്കണം. അത് സാധ്യമാക്കാൻ എന്തൊക്കെ വേണമോ അതെല്ലാം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം കാണാൻ നബി തങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. ഒരു സമൂഹത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ, തൊഴിൽ കാര്യങ്ങൾ, സാമൂഹിക മര്യാദകൾ, സാമൂഹിക നീതി, സുരക്ഷാ സംവിധാനം, വൈജ്ഞാനിക രംഗം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അതെല്ലാം ഖുർആൻ അവതരിച്ചു. ഒരു ഭരണകൂടം രൂപപ്പെട്ടു വരികയാണ്. ഭരണകൂടത്തിന്റെ സ്ഥിരാകേന്ദ്രം മസ്ജിദ് തന്നെ. മസ്ജിദ് തന്നെയാണ് കോടതിയും. കേസുകൾ കേൾക്കുന്നതും വിധി പറയുന്നതും അവിടെ തന്നെ. സാമൂഹിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സുദീർഘമായ സൂറത്തുകൾ മദീനയിൽ വെച്ചാണ് ഇറങ്ങിയത്. മസ്ജിദുൻ നബവിയെ ചരിത്രകാരന്മാർ മുസ്ലിം സ്റ്റേറ്റിന്റെ സെക്രട്ടേറിയറ്റ് എന്ന് വിളിച്ചിരുന്നു. മുസ്ലിങ്ങൾ ഒരു ശക്തിയായി വളർന്നതോടെ പല പുതിയ പ്രശ്നങ്ങളും ഉടലെടുത്തു. മദീനയിലെ സാമ്പത്തിക രംഗം അടക്കി ഭരിച്ചിരുന്ന ജൂതന്മാർ മുസ്ലിങ്ങളെ സംശയത്തോടെ വീക്ഷിക്കാൻ തുടങ്ങി. തങ്ങളുടെ മേൽക്കോയ്മ തകർന്നു പോകുമോ? മക്കയിലെ ഖുറൈശികൾക്ക് ജൂതന്മാരെ പരിചയമുണ്ട്. അവർ തമ്മിൽ യോജിക്കുമോ? കരുതിയിരിക്കണം. സുരക്ഷയുടെ കാര്യം പള്ളിയിൽ ചർച്ചാ വിഷയമായി. മദീനയിലെത്തിയ മുസ്ലിങ്ങൾക്ക് പലവിധ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ഖുറൈശികൾ ഇടയ്ക്കിടെ മുസ്ലിങ്ങളെ ആക്രമിച്ചു കൊണ്ടിരുന്നു. മറ്റു ചില ഗോത്രക്കാരുടെ സഹായവും അവർക്ക് കിട്ടി. ജൂതന്മാർ രഹസ്യമായി ഇസ്ലാമിന്റെ ശത്രുക്കളെ സഹായിച്ചു. സ്വഹാബികളിൽ ചിലർ വധിക്കപ്പെട്ടു. പ്രതിരോധ സംരംഭങ്ങൾ ശക്തിപ്പെടുത്തേണ്ടി വന്നു. ശത്രുക്കൾക്കെതിരെ ശക്തി സംഭരിക്കേണ്ട ഘട്ടം വന്നു. നിലനിൽപ്പിനും സുരക്ഷയ്ക്കും വേണ്ടി പ്രവാചകൻ അനുയായികളെ ഇങ്ങനെ ഉപദേശിച്ചു: നിങ്ങൾ ശക്തി സംഭരിക്കുക. ശക്തി എന്നാൽ ഏറ് അറിയുക. അമ്പെയ്ത്താണ് ഇവിടെ ഉദ്ദേശം. അമ്പെയ്ത്ത് പഠിച്ചവൻ അത് ഉപേക്ഷിക്കരുത്. പരിശീലനം തുടരണം. അമ്പെയ്ത്ത് വിദ്യ വളർത്തിയെടുക്കണം. ഈ നിർദ്ദേശം പലരെയും കായിക പരിശീലനത്തിന് പ്രേരിപ്പിച്ചു. ഉത്തുബ ഒരു വൃദ്ധനായിരുന്നു. മികച്ച പരിശീലനം ലഭിച്ച യോദ്ധാവും. അദ്ദേഹം ആയുധ പരിശീലനം വർദ്ധിപ്പിച്ചു. അമ്പെയ്ത്ത് പരിശീലനം വളരെ നേരം തുടർന്നു. ഉത്തുബയുടെ കൂട്ടുകാരനാണ് ഹക്കീം ലക്മി. ഉത്തുബയോട് കൂട്ടുകാരൻ ഇങ്ങനെ ചോദിച്ചു: താങ്കൾ എന്തിനാണ് ഇത്ര കടുത്ത പരിശീലനം നടത്തുന്നത്? ഓടുകയും ചാടുകയും മറിയുകയും അമ്പെയ്യുകയും ചെയ്യുന്നുണ്ടല്ലോ വൃദ്ധനായ താങ്കൾ. വൃദ്ധനായ സ്വഹാബി ഇങ്ങനെ മറുപടി നൽകി: നബി തങ്ങളിൽ നിന്നും കേട്ട ഒരു ഹദീസാണ് ഈ തീവ്ര പരിശീലനത്തിന് എന്നെ പ്രേരിപ്പിച്ചത്. ഏതാണ് ഹദീസ്? കൂട്ടുകാരന്റെ ആകാംക്ഷ. അമ്പെയ്ത്ത് പഠിച്ചവൻ അത് ഉപേക്ഷിച്ചാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല. വൃദ്ധ സ്വഹാബി ഹദീസ് ഓതി കേൾപ്പിച്ചു. കൂട്ടുകാരൻ അമ്പരന്ന് പോയി. മുസ്ലിങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി ആയുധമെടുക്കേണ്ട ഘട്ടം വന്നാൽ അതിന് തയ്യാറാകണം. ഭീരുക്കളായി ജീവിച്ച് നാണം കെട്ട രീതിയിൽ വധിക്കപ്പെടുന്നത് ഒരു സത്യവിശ്വാസിക്ക് ഭൂഷണമല്ല. ശത്രുക്കൾ യുദ്ധത്തിന് വരുമ്പോൾ പിന്തിരിഞ്ഞോടരുത്. ധീരമായി നേരിടണം. ധീരന്മാർക്കേ ജീവിതമുള്ളൂ. പ്രവാചകൻ യോദ്ധാക്കളോട് ഇങ്ങനെ ഉണർത്തി: ഉന്നം തെറ്റാതെ അമ്പെയ്യുന്ന യോദ്ധാവിന് ഓരോ എയ്ത്തും സ്വർഗത്തിലെ ഓരോ പദവി നേടിക്കൊടുക്കും. യോദ്ധാക്കളെ വല്ലാതെ ആകർഷിച്ച നിവചനം. സ്വർഗത്തിലെ പദവികൾ മോഹിച്ച യോദ്ധാക്കൾ ശത്രുക്കളോട് പോലും നല്ല നിലയിൽ പെരുമാറാൻ പാടുള്ളൂ. അനീതി ഒരളവോളം അനുവദിക്കില്ല. നബി തങ്ങൾ യോദ്ധാക്കളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അരുളിയ വചനം ഇപ്രകാരമായിരുന്നു: അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു അമ്പ് എയ്തവന് ഒരു അടിമയെ മോചിപ്പിച്ചതിന് തുല്യമായ പ്രതിഫലം ലഭിക്കും. മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ യുദ്ധം അനിവാര്യമായി വരും. ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സത്യവിശ്വാസിക്ക് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു: കുതിരയെ പരിശീലിപ്പിക്കണം. കുതിര നന്മയുടെ മൃഗമാണ്. ലോകാവസാനം വരെ കുതിര നന്മയുടെ മൃഗമാണ്. കുതിര അള്ളാഹുവിൽ നിന്നും യോദ്ധാവിന് പ്രതിഫലം വാങ്ങിത്തരും. യുദ്ധ മുതലുകളും നേടിത്തരും. പടക്കുതിരകളെ പരിശീലിപ്പിക്കുന്നത് പുണ്യകർമ്മമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അമ്പെയ്ത്ത് വിദ്യ പഠിക്കൽ അനുഗ്രഹമാണ്. അത് പഠിച്ച ശേഷം ഉപേക്ഷിച്ചാൽ ഒരു അനുഗ്രഹം പാഴാക്കുകയാണ്. ഈ അനുഗ്രഹത്തോട് നന്ദികേട് കാണിക്കാതിരിക്കുക. ചിലപ്പോൾ കടലിൽ യുദ്ധം നടക്കും. കടൽ യുദ്ധത്തിൽ പ്രതിഫലം കരയിലെ യുദ്ധത്തിന്റെ പ്രതിഫലത്തേക്കാൾ ശ്രേഷ്ഠമാകുന്നു. നബി തങ്ങൾ പറഞ്ഞു: കടലിലെ ഒരു യുദ്ധം കരയിലെ 10 യുദ്ധങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. ഒരു കടൽ മുറിച്ചു കടന്നവൻ സർവ്വ താഴ്വരകളും മുറിച്ചു കടന്നവനെ പോലെയായി.
സത്യത്തിനും നീതിക്കും വേണ്ടി യുദ്ധം ചെയ്യുന്ന യോദ്ധാവിന് ലഭിക്കുന്ന അതിമഹത്തായ അനുഗ്രഹങ്ങൾ വ്യക്തമാക്കുന്ന ധാരാളം നബിവചനങ്ങളുണ്ട്. യുദ്ധമെന്നാൽ വെറുതെ അങ്ങോട്ട് ചെന്ന് ആരെയെങ്കിലും ആക്രമിക്കുക എന്നല്ല, വിശ്വാസവും ജീവനും സംരക്ഷിക്കാൻ വേണ്ടി പ്രതിരോധിക്കുക, നീതിയും ന്യായവും പുലരാൻ വേണ്ടി യുദ്ധം ചെയ്യുക, അന്യായത്തിനും അക്രമത്തിനുമെതിരെ ശബ്ദിക്കുക. അതാണ് ഇസ്ലാമിലെ യുദ്ധം. നബിയും പാവപ്പെട്ട അനുയായികളും എന്ത് തെറ്റാണ് ചെയ്തത്? അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞു. ആ കാരണം കൊണ്ട് മാത്രം എന്തൊക്കെ ദ്രോഹങ്ങളാണ് ശത്രുക്കൾ ചെയ്തത്? ശാരീരികമായി പീഡിപ്പിച്ചു, പരിക്കേൽപ്പിച്ചു, ജീവൻ അപഹരിച്ചു, സ്വത്ത് വകകൾ തട്ടിയെടുത്തു, പിറന്ന മണ്ണും ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചതും ഉപേക്ഷിച്ചുകൊണ്ട് കുടുംബം, സൗഹൃദ ബന്ധങ്ങൾ എല്ലാം മുറിഞ്ഞു. എന്താ കാരണം? അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞത് മാത്രം. സ്വദേശം വിട്ട് വിദേശത്ത് അഭയാർത്ഥികളായി. പക്ഷേ ശത്രുക്കൾ വിട്ടില്ല. അവർ മദീനയിൽ വന്ന് ശല്യമുണ്ടാക്കാൻ നോക്കി. മദീനയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ വന്ന് കന്നുകാലികളെ മോഷ്ടിക്കും, കൃഷി നശിപ്പിക്കും, മക്കയിൽ തീർത്ഥാടനത്തിന് പോകുന്നവരെ ദ്രോഹിക്കും. എത്രയെന്ന് വെച്ചാണ് ഈ ദ്രോഹം സഹിക്കുക? രക്ഷയില്ലാതെ പ്രതിരോധിക്കേണ്ടി വന്നു. മക്കയിൽ നിന്നും ഹിജ്റ വന്നവർക്ക് മദീനയിൽ കാലാവസ്ഥ ഒട്ടും അനുകൂലമല്ല, വെള്ളവും പറ്റുന്നില്ല. ഇത് മുഹാജിറുകളുടെ ആരോഗ്യത്തെ ബാധിച്ചു. പലരും കിടപ്പിലായി. നല്ല ആഹാരമോ മരുന്നോ കിട്ടാതെ രോഗികൾ വലഞ്ഞു. പലരും തീരെ ദരിദ്രരാണ്, കയ്യിൽ യാതൊന്നുമില്ല. രോഗം പ്രമുഖരെയും വിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പനി വന്ന് കിടപ്പിലായി. പെട്ടെന്ന് രോഗം വർദ്ധിച്ചു. പരിസരം പോലും ഓർമ്മയില്ല. പിച്ചും പെയ്യും പറയുന്നു. ഒടുവിൽ ബോധം കെട്ടുപോയി. ബിലാൽ റളിയല്ലാഹു അൻഹു പ്രമുഖ സ്വഹാബി വര്യൻ പനി വന്ന് കിടപ്പിലായി. എന്തൊക്കെയോ പറയുന്നു, സ്വബോധമില്ലാത്തതുപോലെ. ആമിർ ഇബ്നു ഫുഹൈറത്ത് റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സ്വഹാബി, കടുത്ത പനിയും ശരീരവേദനയും വന്നു. ബോധമില്ലാതെ സംസാരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് ഇങ്ങനെ പറഞ്ഞു: മദീനയിലെ കാലാവസ്ഥ മുഹാജിറുകൾക്ക് പറ്റുന്നില്ല. അവർ രോഗികളായിരിക്കുന്നു. പലരും അബോധാവസ്ഥയിലാണ്. മക്കയിലെ നല്ല കാലാവസ്ഥയോർത്ത് വിഷമിക്കുന്നു പലരും. അവിടുത്തെ വെള്ളവും ഭക്ഷണവും ഇനി എന്നാണ് ലഭിക്കുകയെന്ന് ചോദിക്കുന്നു. മക്കയോടുള്ള സ്നേഹം, ജന്മദേശത്തോടുള്ള മമത, മക്ക വിട്ടതിലുള്ള കടുത്ത ദുഃഖം, രോഗം കഠിനമാകുമ്പോൾ ആളുകൾ മക്കയെ ഓർക്കുന്നു. മക്കയെ കുറിച്ചുള്ള വരികൾ അറിയാതെ പാടിപ്പോകുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തി. ആ കൽബകം ഭക്തി നിർഭരമായി ഇരു കൈകൾ ഉയർത്തി ദുആ ചെയ്തു: അല്ലാഹുവേ, മദീന ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ദേശമാക്കി തരണമേ. മക്കയേക്കാൾ മദീന ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കി തരണമേ. മനസ്സിനിണങ്ങിയതാക്കി തരണമേ. മദീനയിലെ മുദ്ദിലും സായിലും നീ ബർക്കത്ത് ചൊരിയണമേ. മദീനയിലെ കാലാവസ്ഥ ആരോഗ്യകരമാക്കണമേ. ഇവിടുത്തെ വായുവും വെള്ളവും ഞങ്ങൾക്ക് അനുകൂലമാക്കണമേ. കണ്ണീരിന്റെ നനവുള്ള പ്രാർത്ഥന. മദീനയിലെ ധാന്യം അളക്കുന്ന ഉപയോഗിക്കുന്ന അളവ് പാത്രമാണ് മുദ്ദ്, സ്വാഹ് എന്നിവ. സർവശക്തനായ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന കേട്ടു, ഉത്തരം നൽകി. മദീനയിലെ അന്തരീക്ഷം ആകെ മാറി. എല്ലാവരും ഇഷ്ടപ്പെടുന്ന വിധത്തിലായി തീർന്നു. ആഹ്ലാദം നിറഞ്ഞ ദിനങ്ങൾ. നബി കുടുംബം ഒത്തുകൂടുന്നു. സഹോദരിമാർ ഒന്നിച്ചു കൂടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, റുഖിയ റളിയല്ലാഹു അൻഹ, പ്രിയപ്പെട്ട മാതാവിനെ കുറിച്ച് അവർ വേദനയോടെ ഓർക്കുന്നു. മക്കത്തെ രാജാത്തിയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. ഇസ്ലാം മതത്തിന് വേണ്ടി സർവ്വതും ത്യജിച്ചു. ഉമ്മയെ പറ്റി പറഞ്ഞു വരുമ്പോൾ റുഖിയ റളിയല്ലാഹു അൻഹയ്ക്കാണ് കൂടുതൽ ദുഃഖം. അബ്സീനിയയിൽ ആയിപ്പോയി, എനിക്ക് ഉമ്മയെ കാണാനായില്ല. റുഖിയ കരയുന്നു. ഗർഭിണിയായ റുഖിയയെയും കൊണ്ട് ഭർത്താവ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അബ്സീനിയയിലേക്ക് പോയി. മക്കയിലേക്ക് മടങ്ങാൻ പറ്റിയില്ല. മർദ്ദനത്തിന്റെ കടുപ്പം കാരണം എത്ര പേരാണ് മക്ക വിട്ടുപോയത്. അബ്സീനിയയിൽ പ്രസവം നടന്നു. കുഞ്ഞു വളർന്നു, ഓടി നടക്കുന്ന പ്രായമായി. അപ്പോഴാണ് അസുഖം വന്നത്. മാതാപിതാക്കളെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് കുട്ടി മരണപ്പെട്ടു. പിന്നെ ദുഃഖത്തിന്റെ നാളുകളായിരുന്നു. സ്വഹാബികൾ മക്ക വിട്ടുകൊണ്ടിരിക്കുകയാണെന്ന വാർത്ത കിട്ടി. അവസാനം പിതാവും മക്ക വിട്ടു എന്ന് കേട്ടു. പിന്നെ പിടിച്ചു നിൽക്കാനായില്ല. അബ്സീനിയയിൽ കഴിഞ്ഞുകൂടിയവർ നേരെ മദീനയിലേക്ക് പുറപ്പെട്ടു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭാര്യ റുഖിയ ബീവിയും മദീനയിലെത്തി. ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ ദുഃഖത്തോടെ ആ സംഭവങ്ങൾ കേൾക്കുന്നു.
ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ മലഞ്ചെരുവിലെ അനുഭവങ്ങൾ വിവരിക്കുന്നു. എല്ലാ ആഡംബരങ്ങളുടെയും മധ്യത്തിൽ ഒരു രാജകുമാരിയെ പോലെ വളർന്ന ഉമ്മ മലഞ്ചെരുവിൽ കിടന്ന് സഹിച്ച കഷ്ടപ്പാടുകൾ, ആഹാരമില്ലാത്ത ദിവസങ്ങൾ. മലഞ്ചെരുവിൽ നിന്നും തിരിച്ചെത്തിയപ്പോൾ ഉമ്മ രോഗിയായി മാറിയിരിക്കുന്നു. ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ടു. മക്കൾ മരണരംഗം വിവരിക്കുന്നു, കണ്ണീർ തുടക്കുന്നു. സംസാരത്തിനിടയിൽ അവർ മൂത്ത സഹോദരിയെ ഓർക്കുന്നു, സൈനബ് റളിയല്ലാഹു അൻഹ. ഇത്താത്ത മക്കയിൽ തന്നെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഇത്താത്തയുടെ ഭർത്താവ് ഇതുവരെ ദീൻ വിശ്വസിച്ചിട്ടില്ല. വിശ്വസിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മക്കയിൽ കുടുങ്ങിപ്പോയ മുഹാജിറുകളുടെ ഭാര്യമാരെയും സന്താനങ്ങളെയും ഖുറൈശികൾ ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പലരെയും വഴിയിൽ തടയുന്നു. ഇങ്ങോട്ട് പുറപ്പെട്ടാൽ ഇത്താത്തയെയും തടയും. ബനൂ നജ്ജാർ വർഗക്കാരുടെ സ്നേഹത്തെക്കുറിച്ചും സഹകരണത്തെക്കുറിച്ചും സഹോദരിമാർ സംസാരിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ, അസ്മാ റളിയല്ലാഹു അൻഹ എന്നിവരും അവരുടെ സംഭാഷണത്തിൽ പങ്കെടുക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ 17ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. സാധാരണ പറയും പോലെ തന്നെ ചരിത്രം അവസാനിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമായതുകൊണ്ട് തന്നെ ഒരുപാട് ഭാഗങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാനുണ്ട്. തൽക്കാലം 17ാം ഭാഗമായ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ചരിത്ര ഭാഗവുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം.